നമ്മുടെ കണ്ണൂരിലെ ഒരു വെറൈറ്റി ഷേക്കിന്റെ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ ഷെഫ് സ്റ്റോറി. എസ് എ കൂൾ ബാർ പൂതപ്പാറ, അതിന്റെ ഓണറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം, എന്റെ പേര് ജാബിർ, എസ് എ കൂൾ ബാർ പൂതപ്പാറ. ഓക്കെ, അവിടുത്തെ ഷേക്കിന്റെ ഒരു പ്രത്യേകതയാണ് അതിങ്ങനെ ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് കിട്ടുക, അല്ലെ? ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇല്ല, അത് എത്രയോ വർഷമായിട്ട് എന്റെ ഉപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നരം ഗ്ലാസിന് കുറച്ചായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഞാനത് ചിന്തിച്ചു അതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാൻ പറ്റും, ബുർജ് ഖലീഫയൊക്കെ പോലെ. അപ്പൊ അതേതായാലും എന്റെ ആ ഒരു ആത്മാർത്ഥത അതിലേക്ക് ഇതായി. അല്ല, അതെങ്ങനെയാണ് ഈ ഷേക്കിന് ഈ ഹൈറ്റിൽ നിർത്തിക്കാൻ പറ്റുന്നത്? നിർത്തിക്കാൻ പറ്റാണ്ടൊന്നുമില്ല, അത് ബാക്കിയുള്ള സീക്രട്ട് ആണ്. ഓക്കെ, എപ്പോഴാണ് എസ് എ കൂൾ ബാർ തുടങ്ങിയത്? ഏകദേശം ഒരു 28 വർഷമായി. ഓ, അത് ശരി. എന്റെ ഉപ്പയായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണ്. പിന്നെ അതിനുശേഷം ഉപ്പൊക്കെ കഴിയാതെ ഞാൻ ഗൾഫിലുള്ളപ്പോ എന്നോട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റെടുത്തു. അതിനുശേഷം ഞാൻ ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഓരോ ദിവസവും. ഇപ്പൊ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, കേട്ടാ പേര് തന്നെ വെറൈറ്റി. ഒരുപാട് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ റോത്താബ്, ഇലക്ട്ര, അറേബ്യൻ, മിക്സഡ് ഷേക്ക്, ടുഡേ സ്പെഷ്യൽ, ഇങ്ങനെ ഒരുപാട് എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഷുഗർ ഫ്രീ ഐറ്റംസ് കൂടുതൽ ഇപ്പോൾ. അതാണ് ഈ റോത്താബ്, ഇലക്ട്ര. ഓക്കെ ഓക്കെ. നമ്മുടെ ഇപ്പം ജെൻസി അല്ലേ കൂടുതൽ വരുന്നത്? അതെ. അവരുടെ ടേസ്റ്റ് എന്തൊക്കെയാ, അവരെന്തൊക്കെയാ വാങ്ങുന്നത്? ഇപ്പം വരുന്നത് വെച്ചാൽ എല്ലാവരും ഡ്രൈ ഫ്രൂട്ടിലേക്കാണ് ഇതാക്കുന്നത്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത്, സ്ട്രോബെറി, ബ്ലൂബെറി, ഇതിന് ഓരോ സീസണിൽ എന്താന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്. അതും റേറ്റും വളരെ കുറവാണ്. ഈവൻ 100 താഴെയാണ് എല്ലാത്തിന്റെയും റേറ്റ്. ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കുന്ന ആളുകളും ഉണ്ടല്ലേ? തീർച്ചയായും ഒരുപാട് ആൾക്കാരുണ്ട്. ഉച്ചക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഷെയ്ക്ക് കുടിച്ചിട്ട് പോകുന്നു. നൈറ്റിൽ ഒരു 7-8 മണിക്ക് വന്നിട്ട് നൈറ്റ് ഫുഡ് ഇതാണെന്ന് കഴിച്ചിട്ട് പോകുന്നു ഒരുപാട്. ഓക്കെ, സോ നമ്മുടെ പൂതപ്പാറയിലെ എസ് എ കൂൾ ബാറിലെ ഫ്രൂട്ട് ഷേക്സിന്റെ സ്റ്റോറിയാണ് ഇന്ന് നമ്മള് ഷെഫ് സ്റ്റോറിയിൽ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.